ഓ, ഇത് നവംബർ മാസമാണല്ലോ അല്ലേ? ഈ നവംബർ മാസത്തിലെ പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. അതായത് നവംബർ മാസത്തിൽ സ്വയം ഭോഗത്തിലൂടെയോ പങ്കാളിയോടൊത്തോ സെക്സ് ചെയ്തുകൊണ്ട് ശുക്ലം വെളിയിലേക്ക് കളയാനേ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശുക്ലം ശരീരത്തിന് വെളിയിലേക്ക് കളയാതിരുന്നാൽ എന്തൊക്കെയോ വലിയ ഗുണങ്ങളുണ്ട് എന്ന തരത്തിലുള്ള ഒരാശയം കുറച്ച് കാലമായിട്ട് ആളുകളുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ്, മെഡിക്കൽ സയൻസ് ഇതിനെക്കുറിച്ച് പറയുന്ന എന്താണ് എന്നൊക്കെ നമുക്ക് അല്പം വിശദമായിട്ട് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നവംബർ മാസം തന്നെ അറിയപ്പെടുന്നത് നോ നട്ട് നവംബർ എന്നാണ്. 2003 ചൈനയിൽ പുറത്തിറങ്ങിയ ഒരു പഠനത്തിൻ്റെ റിസൾട്ടാണ് എന്ന തരത്തിൽ കുറേ ഐഡിയാസ് പുറത്തേക്ക് വന്നു. അത് മറ്റൊന്നുമല്ല, 7 ദിവസത്തിൽ കൂടുതൽ ശരീരത്തിൽ ശുക്ലം തങ്ങി നിന്ന് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ അളവ് വല്ലാതെ ഉയർന്നു നിൽക്കും. അതായത് പുരുഷ ഹോർമോണിൻ്റെ അളവ് വളരെ കൂടും. അതുപോലെ അത്ലറ്റിക് അല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവരുടെ ശാരീരിക ക്ഷമത വളരെ മികച്ചതായിരിക്കും. അതേപോലെ ശുക്ലത്തിൽ വൻ വർധനവുണ്ടാവും, നല്ല ആരോഗ്യമുള്ള ബീജങ്ങളുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള പല പ്രചരണങ്ങളുമാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയത്. എന്നാൽ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി കുറച്ച് പിള്ളേർ 2015 തീരുമാനിച്ചു, എടാ നമുക്കൊന്ന് നോക്കാം, ഒരു മാസം ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന രീതിയിൽ ഇതൊരു ചലഞ്ചായിട്ടാണ് ആദ്യമേ തുടങ്ങിയത്. പക്ഷേ പിന്നീട് ഇത് അല്ല എന്തോ കാര്യമുണ്ട്, നവംബർ മാസത്തിൽ ഇങ്ങനെ ചെയ്യാനേ പാടില്ല എന്ന തരത്തിലേക്കുള്ള കുറേ ആശയങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരായ കുറേ പിള്ളേരുടെ മനസ്സിൽ വന്ന് കയറി. അപ്പോൾ ഇതിൽ ഇവർ മുന്നോട്ട് വെക്കുന്ന 3 കാര്യമാണ് ഉള്ളത്. ഒന്ന്, നവംബർ മാസത്തിൽ അല്ലെങ്കിൽ ഒരു മാസം ശരീരത്തിൽ നിന്ന് ഒരു തരത്തിലും ശുക്ലം വെളിയിലേക്ക് കളയാൻ പാടില്ല. അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. അല്ലെങ്കിൽ നല്ല ശുക്ലം ഉണ്ടാകുന്നതിന് ഒക്കെ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് നല്ലത്. 2, ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ഭയങ്കരമായിട്ട് കൂടിപ്പോവും. ഒത്തിരി പുരുഷ ഹോർമോൺ നമ്മുടെ ശരീരത്തുണ്ടാകും, നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അതുപോലെ ഈ അത്ലറ്റിക്, ഈ 3 കാര്യമാണ് ഈ ഒരു വിഷയവുമായിട്ട് ഇവർ പങ്കുവയ്ക്കുന്നത്. ഇതിൻ്റെ പിറകിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ശാസ്ത്രീയ വശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക. സ്വയം ഭോഗം എന്ന് പറയുന്ന ഒരു കാര്യം ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നതാണ്. അതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്, ശരീരത്തിന് കേടുപാട് പറ്റുന്ന അല്ലെങ്കിൽ ലൈംഗിക അവയവത്തിന് തകരാറിലാക്കുന്ന തരത്തിലുള്ള മാരകമായ പൊസിഷന് അല്ലെങ്കിൽ ദിവസവും കുറേ തവണ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ വന്ധ്യതാ ചികിത്സാ രംഗത്താണെങ്കിൽ അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും നമ്മൾ 3 ദിവസം കൂടുമ്പോൾ ശുക്ലം വെളിയിലേക്ക് കളയണം. എങ്കിൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള ബീജം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുകയുള്ളൂ. ഇപ്പം ഞാൻ ഇതിന് മുന്നേ എപ്പോഴോ പറഞ്ഞാണ്, IVF ഉൾപ്പെടെയുള്ള ട്രീറ്റ്മെൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്ടേഴ്സ് പറയും എന്താണ്, സെമൻ കളക്ട് ചെയ്യാനൊക്കെ പറയും, കളഞ്ഞിട്ട് ആ 3 ദിവസം മുന്നേ കളഞ്ഞിട്ട് വന്നിട്ട് വേണം നല്ല ഫ്രഷ് സാമ്പിൾ കൊടുക്കാനെന്ന്. അതായത് കൂടുതൽ ദിവസം നമ്മുടെ ശരീരത്ത് കെട്ടു നിൽക്കുന്ന ബീജത്തിന് സംഭവിക്കുന്നത് അതിൻ്റെ മൊബിലിറ്റി അല്ലെങ്കിൽ ചലനശേഷി ഇല്ലാതാവും. അതായത് ഒരാഴ്ചയോ 10 ദിവസമോ 15 ദിവസമൊക്കെ നിങ്ങളിത് ശരീരത്തിൽ നിന്ന് പുറത്ത് കളയാതെ അവിടെ തന്നെ വെച്ചേക്കുക. അതിനുശേഷം ഭാര്യയോടൊത്ത് നിങ്ങൾ ബന്ധപ്പെട്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കുഴപ്പം, ഒരിക്കലും നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആ ബീജത്തിൻ്റെ ചലനശേഷി തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അതേപോലെ അതിൻ്റെ അടിയിനിടെ ആ രീതിക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, ഷേപ്പ് തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ആദ്യമായിട്ട് മനസ്സിലാക്കുക, ഈ ഒരാഴ്ചയോ ഒരു മാസമൊക്കെ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് ഒട്ടും ശരിയായ പ്രവണതയല്ല. ഹെൽത്തി ആയിട്ടുള്ള സ്പേം നിങ്ങളുടെ ശരീരത്തുണ്ടാകുന്നതിന് 3 ദിവസം കൂടുമ്പോഴെങ്കിലും ശുക്ലം വെളിയിൽ കളയണം. അതാണ് പറയുന്നത്. ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് പലതവണ ഞാൻ പറഞ്ഞു തന്നതിന് കാരണം. രണ്ടാമത്തെ കാര്യം, ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഒരു മാസം ചെയ്യാണ്ടിരുന്നത് ഇനി അങ്ങ് കൂടത്തൊന്നുമില്ല, തെറ്റിദ്ധാരണ മാത്രമാണ്. ആദ്യമായിട്ട് മനസ്സിലാക്കി, അങ്ങനെ പുതിയ പഠനങ്ങളൊന്നും വന്നിട്ടില്ല. ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുന്നതിന് സാധാരണ രീതിയിൽ പുരുഷ ഹോർമോൺ കൂടുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ചിലർ അമിതമായ
സ്വയംഭോഗവും ഒക്കെ ചെയ്ത് അഡിക്ഷൻ ആയിട്ടുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ ഡെയിലി ഭാര്യയോടൊത്ത് ചെയ്യണം എന്നിങ്ങനെ നിർബന്ധം 1-2 തവണയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ശരീരത്തിന് ഇച്ചിരി റെസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് മാനസികമായിട്ട് ഒരു സമാധാനം, അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങളിൽ കൂടെ അവരുടെ സമയം ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ കിട്ടുന്ന, ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ഈ ഒരു കാര്യത്തിലുള്ള താല്പര്യം പതുക്കി ഒന്ന് കുറഞ്ഞ് മറ്റ് ചില കാര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് തന്നെ ഒരു ചിന്തയുണ്ടാകും. അമിതമായ ശാരീരിക ക്ഷീണം ഒഴിവാകും. ഇങ്ങനെയുള്ള മെച്ചങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമയത്തൊക്കെ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കും. സ്വാഭാവികമായിട്ടും ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ പുരുഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള മാസമാണല്ലോ. അതുകൊണ്ട് കാര്യമായിട്ട് എക്സസൈസ് ചെയ്ത് ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ച് ആവശ്യത്തിന് ഉറങ്ങി വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് അങ്ങ് ഇരിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കൂടും. ഇതാണ് അതിൻ്റെ പുറകിൽ നടക്കുന്ന ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ പറയുന്ന അത്ലറ്റിക് അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഒരു മാസം ചെയ്യാണ്ടിരുന്ന ഭയങ്കര എനർജിയാണ്. അതിൻ്റെ കാരണം എന്നാന്ന് മനസ്സിലാക്കുക. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഈ ഗ്രീക്കിലൊക്കെ ഒളിമ്പിക്സ് അല്ലെങ്കിൽ മത്സരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ചർച്ചകളൊക്കെ ഇതിൻ്റെ പുറയുള്ളേ. അതായത് പണ്ട് കാലം മുതൽ ഈ മത്സരത്തിനൊക്കെ പോകുന്ന ആളുകൾ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് മത്സരമാണെങ്കിലും അതിനൊരു ഏകാഗ്രത വേണം, താല്പര്യം വേണം. ചിലർക്ക് ഈ സ്ത്രീ വിഷയങ്ങൾ ഭയങ്കര താല്പര്യമായിരിക്കും, ഈ സ്വയംഭവം. ഇങ്ങനെയൊക്കെ ചെയ്ത് എല്ലാ ദിവസവും ചെയ്ത് ഒരാളങ്ങ് തളർന്നിരിക്കുന്ന ഒരാൾ ഒരു മത്സരത്തിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ ഭാര്യയെ പിരിഞ്ഞ് കുറേ ദിവസമൊക്കെ മറ്റൊരു സ്ഥലത്തായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ എന്ത് പറ്റും? സ്വയംഭവം ഡെയിലി ചെയ്യുക, ഭാര്യയുടെ സ്ഥിരം ബന്ധപ്പെടുന്ന ഒരാൾക്ക് അത് ഇല്ലാതെ വരുന്ന ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അവർക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല, ടെൻഷനായിരിക്കും, സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. അപ്പം ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നേരത്തെ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മാസം ഒന്നും ഇരുന്ന് കഴിയുമ്പോൾ എന്തോ മെച്ചം ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണല്ലോ പല കഥകളും പറയുന്നത്. അത് കേൾക്കുമ്പോൾ ശരിയാ, അങ്ങനെയാണെങ്കിൽ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കണം. ആ ഒരു രീതിയിലേക്കുള്ള വെറുതെ ഒരു ടെക്നിക്കായിട്ട് പുറത്തു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഭാര്യയോട് ബന്ധപ്പെടുന്നില്ല. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ ഇവർക്ക് ഈ മത്സരത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. പിന്നെ ചില ആളുകളൊക്കെ ഉണ്ട് നല്ല ഭയങ്കര കോമ്പറ്റീഷനായിട്ടുള്ള ചില ഗെയിംസിലൊക്കെ പോകുന്ന ആളുകൾ, ചില ആളുകൾ എന്ത് കാണിക്കും, അവർക്ക് 2 മണിക്കൂർ മുന്നാണെങ്കിലും ചിലപ്പോൾ അങ്ങ് ചെയ്യണമെന്ന് തോന്നും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഉണ്ടാകുന്ന ക്ഷീണവും കാര്യങ്ങളൊക്കെ സ്ഥിരം ചെയ്യുന്ന ഒരാളെ കുഴപ്പമില്ല, ടെൻഷനൊക്കെ അങ്ങ് മാറ്റിയേക്കാം, അല്ലെങ്കിൽ അതൊന്ന് ചെയ്തേക്കാം, ഇതൊക്കെ അങ്ങ് ചെയ്തേക്കാം, എന്നിട്ട് മത്സരത്തിന് പോകാമെന്നൊക്കെ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ഷീണമൊക്കെ വരും. അത് അവരുടെ ഗെയിമിനെ ബാധിക്കും. ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നവംബർ മാസത്തിൽ നോൺ നെറ്റ് ചലഞ്ചിൻ്റെ ഒന്നും ആരും പങ്കെടുക്കാൻ പോകേണ്ട കാര്യമില്ല. ഇതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റും ഇല്ല. ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വെറും തെറ്റാണ്, വാസ്തവവിരുദ്ധമാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ വീഡിയോയ്ക്കൊക്കെ കണ്ടിട്ടാൽ നമ്മളിങ്ങനെ ടൈറ്റിലൊക്കെ ഇട്ട് മൂപ്പിക്കുന്നത്, അല്ലാത്ത ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ പഠനങ്ങൾ തന്നെ തെറ്റാണ് എന്ന് പിന്നീട് അതായത് 2003 ചൈനയിൽ പ്രചരിച്ചു എന്ന് പറയുന്ന ഈ പഠനം തെറ്റാണെന്ന് പിന്നീട് വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾ ശുക്ലം ഏത് പ്രകാരത്തിലും ശരീരത്തിന് വെളിയിലേക്ക് കളയുക. അല്ലാണ്ട് കുട്ടികളില്ല, അല്ലെങ്കിൽ സ്പേമിന് മൊബിലിറ്റി ഇല്ല, അതിന് വേണ്ടിയിട്ട് വേറെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, വേറെ മെഡിസിൻ കഴിക്കുക, വൈറ്റമിൻസ് കഴിക്കുക. അങ്ങനെ സ്ട്രെസ്സ് അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. പിന്നെ എല്ലാവരും നന്നായിട്ട് ഉറങ്ങാനും ഹെൽത്തി ഫുഡ് കഴിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ടിൻഡിയും ബെല്ലൂടെ ഒന്ന് കൊടുത്തേക്കണം. കാരണം അത് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. ആരും ഈ വീഡിയോ കാണുന്ന ആരും പോയിട്ട് നോൺ നെറ്റ് ചലഞ്ചിന് വേണ്ടിയിട്ട് ഒരു മാസം കഷ്ടപ്പെട്ട് എൻ്റെ കൺട്രോൾ തരണേ ഭഗവാനെ എന്നിങ്ങനെ പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ടൊന്നും നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ.